ഇൻട്രസ്റ്റിംഗ് ആണോ? ഗ്രേറ്റ്. ഓക്കെ. അപ്പം വാട്ട്സ് നെക്സ്റ്റ്? നമ്മളിപ്പം കാര്യങ്ങളൊക്കെ കുറെ നമ്മൾ ഏകദേശം കവർ ചെയ്തില്ലേ? ലിസണിങ്ങിന്റെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിലുള്ളത്, എത്ര മിനിറ്റ് ആണ് നമുക്ക് ലിസണിങ്ങിന് കിട്ടുന്നത് ചെയ്യാനായിട്ട്? ഒരു ഫുൾ ലിസണിങ് മോഡ്യൂൾ ചെയ്യാൻ ചാറ്റ് ബോക്സിൽ ഓൺ ആക്കിയിട്ട് എല്ലാവർക്കും ഇടാം. ലിസണിങ് ചെയ്യാനായിട്ട് മൊത്തം നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 30 minutes. ഓക്കെ, 30 plus 10, 30 to 40, 40 minutes. ഓക്കെ, ഫൈൻ, ഗുഡ്. നമുക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നത് 30 minutes ആണ്. പിന്നെ പേപ്പർ പെൻ എക്സാം എടുക്കുന്നവർക്ക്, പേപ്പർ പെൻസിൽ എക്സാം എടുക്കുന്നവർക്ക് പെന്ന് പറഞ്ഞ ശീലം ഉപയോഗിച്ച ശീലം ഉള്ളതും കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പൊ പേപ്പർ പെൻസിൽ ചെയ്യുന്നവർക്ക് ഒരു 10 minutes അവസാനം നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ടൈം കിട്ടും. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസേഴ്സ് ഒക്കെ നിലനിർത്തിക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിലോട്ട് എഴുതാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര സെക്ഷൻസ് ആണുള്ളത് ലിസണിങ്ങില്? എത്ര സെക്ഷൻസ് ആണ്? 4. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ 4 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം പൊതുവെ എല്ലാവരും പാടെന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഏതാണ്? 4ാമത്തെ സെക്ഷൻ. ഓക്കെ, അതിനു മുമ്പ് പൊതുവെ ഞാൻ വരുമ്പോ ഏതെങ്കിലും ഒരു കാർട്ടൂൺ ക്യാരക്ടറും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ പിന്നെ ഇന്ന് ഓർത്തു ഇന്ന് സ്പോഞ്ച് ബോബിനെ കൊണ്ടുവരാം. കുറെ പേർക്ക് സ്പോഞ്ച് ബോബിനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കുന്നു. ഈ സ്പോഞ്ച് ബോബ് ഇപ്പൊ റോക്കറ്റ് പോലെ പോയ പോക്കിന് ആരും കിളി പോയ അവസ്ഥയിൽ ഈ ലിസണിങ് ടെസ്റ്റ് കഴിയുമ്പോൾ, പ്രാക്ടീസ് കഴിയുമ്പോൾ ഇരിക്കരുത്. ഓക്കെ, ടീച്ചറിന്റെ അടുത്ത് വന്ന് യെസ് സാർ എന്നൊക്കെ സ്പോഞ്ച് ബോബ് പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഓഡിയോ കേട്ടിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫുൾ ലിസണിങ് പ്രാക്ടീസ് സെക്ഷൻ 4 ഉണ്ട്. പൊതുവെ എല്ലാവർക്കും പാടാണ്, ഞങ്ങൾക്ക് MCQ കിട്ടാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര സ്പീഡായിട്ട് തോന്നാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ഈ സെക്ഷൻ 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്തു എന്താണ് ഇന്ന്? അപ്പൊ നമുക്ക് സെക്ഷൻ 4 ഹാൻഡിൽ ചെയ്യാം. വീണ്ടും ഞാൻ ലിസണിങ്ങിനെ പറ്റി ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ലിസണിങ്ങിൽ ചെയ്യാൻ എത്ര മാത്രമേ ഉള്ളൂ. ചുറ്റുമുള്ള സംഭവങ്ങളൊന്നും നോക്കരുത്, ഡിസ്ട്രാക്റ്റഡ് ആകരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ഓഡിയോ മാത്രം കേൾക്കുക. ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, സ്പോഞ്ച് ബോബിനെ പോലെ കണ്ണു അടച്ചിരുന്ന് ആസ്വദിച്ചങ്ങിരിക്കണ്ട. പെൻസിലോ പേപ്പറോ ഒക്കെ കയ്യിൽ എടുത്തു വെച്ചിട്ട് കേൾക്കുന്ന സാധനങ്ങള് കുറച്ചൊക്കെ മാർക്ക് ചെയ്തും കൂടെ വെക്കണം. ഓക്കെ, പുള്ളി ഇങ്ങനെ കേട്ട് ആസ്വദിച്ചൊക്കെ അവിടെ ഇരിക്കും. നമ്മൾ കേട്ട് ആസ്വദിച്ചിരുന്നാല് ആ സെക്ഷൻ മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്പം ഒറ്റയടിക്ക് എല്ലാം കൂടെ തന്ന് പേടിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു 4ാമത്തെ സെക്ഷനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4th സെക്ഷനെ നമ്മളൊരു 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട്. ഓക്കെ, ആദ്യം നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് questions 31 to 35 ആണ്. അപ്പം questions 31 to 35 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണം. ആ ക്വസ്റ്റ്യനിൽ ഞാനൊരു സംഭവം മുകളില് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 1 word ആൻസർ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഏതെങ്കിലും ബ്ലാങ്കിനകത്ത് യും ദയും പിന്നുള്ള വാക്കും കൂടെ കയറ്റി എഴുതിയാലും അത് 2 വാക്കായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആരും അത് ചെയ്യരുത്. 1 word എന്ന് പറഞ്ഞാൽ 1 word മാത്രമേ എഴുതാവൂ. നമ്പർ ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, എവിടെങ്കിലും നമ്പർ കേട്ട ആ നമ്പറിനോട് പോകാൻ പറഞ്ഞോണം. കാരണം നമ്പറിന്റെ കാര്യം അവരവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആസ്വദിച്ചിരിക്കുമ്പോൾ ഓഡിയോ കേട്ടങ്ങിരിക്കരുത്. പിന്നെ ചില വാക്കുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹെഡോണിസ്റ്റിക്, ഫേറ്റലിസ്റ്റിക്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പേടിക്കണ്ട. അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും എന്താണല്ലോ ഓഡിയോ ചോദിക്കുന്നില്ല. നമുക്ക് വേണ്ട ബ്ലാങ്ക് കണ്ടുപിടിച്ചിട്ട് നമ്മളങ്ങ് പോയാൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ കൂടുതലിരുന്ന് തലപോയിക്കണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് ഓഡിയോയ്ക്കകത്ത് തന്നെ അവരൊരു കുറച്ച് സമയം ഞാനിപ്പോ പ്ലേ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് അവരൊരു ടൈം തരും. സോ നിങ്ങൾ അന്നേരം
ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. എന്നിട്ട് അവർ ഓഡിയോ പ്ലേ ചെയ്യുമ്പം എന്താണ് നമ്മുടെ റുട്ടീൻ ടാസ്ക്? ഓഡിയോ കേൾക്കണം, ഉത്തരങ്ങൾ എഴുതണം. ഞാൻ ഉത്തരം ചോദിക്കും. ഞാൻ വെറുതെ ഡയറക്റ്റ്ലി ഉത്തരത്തിലോട്ട് ഞാൻ കിടക്കത്തില്ല. ഞാൻ ഉത്തരങ്ങൾ ചോദിക്കും. അപ്പൊ എല്ലാവരും ഉത്തരങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫൈൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. Now turn to section 4. Section 4. You will hear a talk on the topic of time perspectives. First, you have some time to look at questions 31 to 40. Listen carefully and answer questions 31 to 40. Today, I'm going to be talking about time. Specifically, I'll be looking at how people think about time and how these time perspectives structure our lives. According to social psychologists, there are 6 ways of thinking about time, which are called personal time zones. The first 2 are based in the past. Past positive thinkers spend most of their time in a state of nostalgia, fondly remembering moments such as birthdays, marriages, and important achievements in their life. These are the kinds of people who keep family records, books, and photo albums. People living in the past negative time zone are also absorbed by earlier times, but they focus on all the bad things, regrets, failures, poor decisions. They spend a lot of time thinking about how life could have been. Then, we have people who live in the present. Present hedonists are driven by pleasure and immediate sensation. Their life motto is to have a good time and avoid pain. Present fatalists live in the moment too, but they believe this moment is the product of circumstances entirely beyond their control. It's their fate, whether it's poverty, religion, or society itself. Something stops these people from believing they can play a role in changing their outcomes in life. Life simply is, and that's that. Looking at the future time zone, we can see that people classified as future active are the planners and go-getters. They work rather than play and resist temptation. Decisions are made based on potential consequences, not on the experience itself. A second future-orientated perspective, future fatalistic, is driven by the certainty of life after death and some kind of a judgment day when they will be assessed on how virtuously they have lived and what success they have had in their lives. Okay. കഴിഞ്ഞു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നോ? ഇത് നോർമൽ സ്പീഡ് ആയിരുന്നു കേട്ടോ. അയ്യോ, ആരൊക്കെ കരയണ്ട, സാരില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ കുറെ പേര് തംസ് അപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഓ മൈ ഗുഡ്നെസ്. ഓക്കെ, ഇതുപോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കും. പക്ഷെ നിങ്ങളപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്? ഓഡിയോ നിങ്ങൾ എപ്പോഴും കുറച്ച് സ്പീഡ് കൂട്ടി കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ടൊന്ന് യൂസ് ടു ആകാൻ പറ്റും. ഓക്കെ, കാരണം നമ്മള് നോർമൽ സ്പീഡിൽ കേട്ടോണ്ടിരുന്നാല്, അല്ലെങ്കിൽ അതിൽ കുറച്ച് സ്പീഡ് കേട്ടോണ്ടിരുന്ന് ഓക്കെ എനിക്ക് മനസ്സിലാവട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ലിറ്റിൽ ബിറ്റ് നമുക്ക് ആ ഒരു സ്പീഡുമായിട്ട് യൂസ് ടു ആവാനായിട്ട് കുറച്ച് ഡിഫിക്കൾട്ടാവും. ഇനി നമുക്ക് പതുക്കെ ആൻസേഴ്സിലേക്ക് കടന്നാലോ. ചിലരൊക്കെ ആൻസർ ഇട്ട് തുടങ്ങി. ബട്ട് ലെറ്റ്സ് ഗോ 1 by 1 മേ ബി. ഓരോ ഉത്തരങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എല്ലാ ഉത്തരങ്ങളും നിങ്ങളെ കാണിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 31. 31 എന്താണ് ഉത്തരം? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. 31 ഉത്തരമില്ല, ഒരാൾ ഇട്ടു നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഓ, ഫുൾ നെഗറ്റീവ്. ഇനി നെഗറ്റീവ് അടിച്ച് നമ്മൾ ഇരിക്കുക മുഴുവൻ. സാരമില്ല. ഓക്കെ, ഫൈൻ, ഗുഡ് ജോബ്. ലെറ്റ്സ് സീ. ഉത്തരം കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്നാണ് ഞാൻ ഈ ഓഡിയോ കേട്ടത്. അപ്പം 32 എന്തായിരിക്കും? പ്ലെഷർ. ഓക്കെ, പ്ലെഷർ. എല്ലാരും പ്ലെഷർ. ഓക്കെ ഗൈസ്,
ഓക്കെ, നിങ്ങളൊക്കെ നല്ലപോലെ കോൺസെൻട്രേറ്റ്. മോമെന്റ്സ്, ചിലർ മോമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ. 33, നമുക്ക് ഇനി 33ലേക്ക് പോവാം. പോവർട്ടി, ഫേറ്റ് പറഞ്ഞവരുണ്ട് കുറെ പേര്, പോവർട്ടി പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു വാറുണ്ട് അല്ലേ? പോവർട്ടിയും ഫേറ്റും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മില്. ഓക്കെ, 34 എന്താണ്? ആക്ട്. ഓക്കെ, ആക്റ്റീവ് ആണ് എല്ലാരും. 34 ഫ്യൂഡലിസ്റ്റിക് എന്ന് ചിലർ പറയുന്നുണ്ട്, പ്ലാനേഴ്സ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഓ, അവിടെ ഓപ്ഷൻസ് കൂടിയല്ലോ. ABCD, ഇനി അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് തന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ ടിക്കാൻ നമ്മൾ പറയേണ്ടി വരുമല്ലോ. ഓക്കെ, ആൻഡ് 35 ഫൈനൽ ആയിട്ട് നമുക്ക് നോക്കാം. 35 എന്താണ്? സക്സസ്. ഓക്കെ, അതിൽ വലിയ തർക്കമൊന്നുമില്ല. സക്സസ്. ഓ ഉണ്ട്, ജഡ്ജ്മെന്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഗുഡ് ജോബ്, വെൽ ഡൺ. കുറെ പേരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ ഇരുന്നു. പാവം സ്പോഞ്ച് ബോബിനെ പോലെ അവിടെ ആസ്വദിച്ചൊന്നും ഇരുന്നില്ല. എനിക്ക് ക്ഷീണമൊന്നും വരുത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാത്തിനുള്ള ഉത്തരം പറയേണ്ടിയും വന്നേനെ, കാണിക്കേണ്ടിയും വന്നേനെ അല്ലെ. സോ നമ്മളപ്പം ഇങ്ങനെയാണ് ഉത്തരങ്ങൾ നമ്മൾ നോക്കാറുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നും ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എല്ലാരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഗുഡ് ജോബ്. നെഗറ്റീവ് എന്ന് പറയുന്ന ഉത്തരം കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഇടയ്ക്കൊരിടത്ത് അവർ പറഞ്ഞിരുന്നു, ദീസ് ആർ ദ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹു കീപ് ഫാമിലി റെക്കോർഡ്സ്, ബുക്സ് ആൻഡ് ഫോട്ടോ ആൽബംസ്. അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പീപ്പിൾ ലിവിങ് ഇൻ ദ പാസ്റ്റ് നെഗറ്റീവ് ടൈം, റൈറ്റ്? അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നതും ഏകദേശം അതായിരുന്നു. പാസ്റ്റ് എന്താണ്? ഔട്ട്ലുക്കിന്റെ അവിടെ 31 എന്താണ്? അപ്പം നെഗറ്റീവ്, റൈറ്റ്? അതാണ് അവിടെ ചോദിച്ചിരുന്നത്. രണ്ടാമത്തെ ഉത്തരത്തില് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നല്ലേ? എന്ത് തമ്മിലായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്? രണ്ടാമത്തേലും മിക്കവരും എല്ലാരും കറക്റ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. പ്ലെഷർ, റൈറ്റ്? എല്ലാരും കുറെ പേര് രണ്ടാമത്തേലും കറക്റ്റ് പറഞ്ഞു. പ്ലെഷർ എന്ന് നമുക്ക് വലിയ യുദ്ധം അവിടെ ഇല്ലായിരുന്നു. അതെന്താണ്? Then we have people who live in the present hedonists are driven by pleasure and immediate sensation. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന അല്ലെ നിങ്ങൾ കണ്ടപ്പം പേടിച്ച വാക്കുകളൊക്കെ അല്ലേ ഈ ഹെഡോണിസ്റ്റ്, ഫേറ്റലിസ്റ്റിക്. നിങ്ങൾ അതിന്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കുറെ പേർക്ക് പ്ലെഷർ എന്ന് പറയുന്ന സാധനം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ? എന്നിട്ടാണോ എല്ലാരും കിടന്ന് പറയാറുള്ളത് അയ്യോ ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്നുള്ളത്? ഇതിന്റെ ഒക്കെ അർത്ഥം അറിഞ്ഞിരുന്നിട്ട് തന്നെ നമ്മൾ ലിസണിങ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ചിലപ്പോ ഇതിന്റെ മീനിങ് ഒന്നും, പല കാര്യങ്ങളുടെ മീനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ സെക്ഷൻ 4 ഒക്കെ എന്താണ്, കോമൺലി ചിലപ്പോൾ ഒരു ലെക്ചർ ആയിരിക്കും, ഒരു ലെക്ചറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കും, അല്ലെ ഇതുപോലത്തെ മനസ്സിലാവാത്ത കുറെ ടൈം പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞ കുറെ ടോപ്പിക്കുകളായിരിക്കും. പക്ഷെ ഇതിന്റെ അകത്തുള്ള വാക്കുകളുടെ എല്ലാത്തിന്റെ അർത്ഥമൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വലിയ കാര്യം അല്ലെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കിട്ടാനായിട്ട്. എന്താണ് പക്ഷെ നിർബന്ധം ഉള്ളത്? ചെവി. ചെവി കേൾക്കുന്നത് വളരെയധികം നിർബന്ധമാണ്. അവര് പോകുന്ന സ്പീഡിൽ നമ്മള് പെൻസിൽ പറയുന്നതിനൊപ്പം അനങ്ങണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അവര് പോകുന്ന സ്പീഡിൽ തന്നെ നിങ്ങളും സഞ്ചരിക്കണം. നിങ്ങൾ ബ്രേക്ക് എടുത്ത് ഞാൻ ചായയും കാപ്പിയും കുടിച്ച് അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ടൊക്കെ പോവാന്നും കരുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ നമ്മളുടെ ഏതാണ് മറ്റേ ആമയും മുയലിന്റെ കഥയില്ലേ, ആമ പതുക്കെ നടന്ന് അങ്ങ് എത്തുന്ന പോലെ ആയിരിക്കും. ഓഡിയോ അങ്ങ് എത്തിക്കോളും അതിന്റെ സ്പീഡില്, നിങ്ങൾ അപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. സോ അതുകൊണ്ട് അത് ചെയ്യാതെ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കേട്ട് അത് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാത്തിന്റെ മീനിങ് അറിയണം എന്നുള്ളത് നിർബന്ധമില്ല. മൂന്നാമത്തേലായിരുന്നു യുദ്ധം നടന്നത്. എന്തായിരുന്നു? പോവർട്ടി പറഞ്ഞവരുണ്ട്, ഫേറ്റ് എന്ന് പറഞ്ഞവരുണ്ട്. ഫേത്ത് ഞാൻ എവിടെയോ ഇടയ്ക്ക് കണ്ടു, റൈറ്റ്? പക്ഷെങ്കിൽ പോവർട്ടി പറഞ്ഞവരാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? ഓഡിയോയിൽ പറഞ്ഞിരുന്നത് കൈയൊക്കെ അടിക്കുന്നു. കറക്റ്റ് ഉത്തരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണോ? വെരി ഗുഡ്. Then we have people who live in the present hedonists are driven by pleasure. അത് നമ്മൾ കഴിഞ്ഞു. Then whether it's poverty, religion or itself that stops these people from believing. സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു? റിലിജിയൻ
സൊസൈറ്റി എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പില്ലായിരുന്നോ? സോ റിലിജന് മുമ്പായിട്ട് പറഞ്ഞത് പോവർട്ടി ആയിരുന്നു. അപ്പൊ ഫേറ്റ് എന്നുള്ള വാക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഇറ്റ്സ് ദെയർ ഫേറ്റ് എന്ന് പറയുന്നില്ല. നമ്മളുടെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ കണ്ടാല് ലൈഫ് ഇസ് ഗവേൺഡ് ബൈ ഡാഷ്, റിലിജിയസ് ബിലീഫ്സ്, സോഷ്യൽ കണ്ടീഷൻസ്. അപ്പൊ നമ്മളുടെ ഓഡിയോയിൽ പറഞ്ഞിരുന്നതും അതായിരുന്നു ബേസിക്കലി, വെദർ ഇറ്റ്സ് പവർട്ടി, റിലിജിയൻ ഓർ സൊസൈറ്റി ഇറ്റ്സെൽഫ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഫേറ്റ് ഉത്തരം അല്ലാത്തത്. സോ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ സൈഡിലുള്ള കീ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്യുക. ഇതുപോലത്തെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന് മുമ്പിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത്. കാരണം കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് വായിച്ചു മാത്രം വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രാക്ക് പോകും. ഓക്കെ, നമ്മൾ എവിടാണ് വായിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു വായിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു കേട്ടതെന്നുള്ളത്. പക്ഷെ അതേസമയം ഓരോ സെന്റൻസിലെയും കീവേഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ ആ വാക്കിന് തൊട്ട് മുമ്പ് കേൾക്കുന്നതോ അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നതോ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റ്, സിമ്പിൾ അല്ലേ? ഇനിയുള്ളത് എന്താണ്? ഫൈനൽ 2 ആൻസേഴ്സ്. അതായിരുന്നു ആക്റ്റീവ്. ആക്റ്റീവിന്റെ അവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതുണ്ടായിരുന്നു, ചിലർ ആക്റ്റീവ്, പിന്നെ വേറെ കുറച്ച് ആൻസേഴ്സ് ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ആക്റ്റീവ് ആണ്, പ്ലാനേഴ്സ് എന്ന് പറഞ്ഞവരുണ്ട്, റൈറ്റ്? സോ ആക്റ്റീവ് എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്താണ്? ലുക്കിംഗ് അറ്റ് ദ ഫ്യൂച്ചർ ടൈം സോൺ വി ക്യാൻ സീ ദാറ്റ് പീപ്പിൾ ക്ലാസിഫൈഡ് ആസ് ഫ്യൂച്ചർ ആക്റ്റീവ്. ആരാണെന്നാണ്, ഔട്ട്ലുക്കിന്റെ കാര്യമല്ലായിരുന്നു അവർ ചോദിച്ചിരുന്നത്. സോ ആരാണെന്നാണ്, അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തെ പറ്റിയാണ് ചോദിക്കുന്നതെന്നായിരുന്നു ചോദിച്ചിരുന്നത്. സോ ഫ്യൂച്ചർ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് പ്ലാനേഴ്സോ അല്ലെ ഗോ ഗെറ്റേഴ്സോ ആകുന്നത്. ആരെന്താകും എന്നുള്ളതല്ല, ആരാണെന്ന് മാത്രമേ നമ്മൾ ആ ഒരു കോളത്തിൽ എഴുതുന്നുള്ളൂ. അതുകൊണ്ടാണ് ആക്റ്റീവ് എന്നുള്ള ഉത്തരം ശരിയായത്. ഓക്കെ, ആൻഡ് ഫൈനലി ഫൈനൽ ഉത്തരം എല്ലാവർക്കും നല്ല കറക്റ്റ് ആയിട്ട് കിട്ടി. എന്താണ്? സക്സസ്. ഓക്കെ, എല്ലാവരും സക്സസ് ഒക്കെ കറക്റ്റ് വാങ്ങിച്ച് ഫുൾ സക്സസിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, so when they will be assessed on how virtuously they have lived and what success they have had in their lives. So success എന്നുള്ള ഒരു വാക്ക് അവിടെ ക്ലീൻ ആയിട്ട് അവര് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് നമ്മളുടെ ആൻസേഴ്സ്. സോ ഇവിടെ നിങ്ങൾ എപ്പോഴും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് കീവേഡ്സ്. ഓൾവേസ് റിമെമ്പർ, കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കാം. ആൻഡ് 2, എപ്പോഴും വിചാരിക്കേണ്ട നിങ്ങൾക്ക് മീനിങ്സ് എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഓഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൽ നിന്നുള്ള വേർഡ്സ് പിക്ക് ചെയ്താൽ മതി. വേർഡ്സിന്റെ മീനിങ്സ് പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തിന്റെയും മീനിങ്സ് പറയുകയാണെങ്കിൽ അവർ സ്പെസിഫിക്കലി പറയും, ദിസ് മീൻസ് ദാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവർ സ്പെസിഫിക്കലി അവർ തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെട്ട് ഡിക്ഷണറി ഒക്കെ തുറന്ന് അയ്യോ മീനിങ് എവിടെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ സെക്ഷൻ 4ന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അവസ്ഥ ഈ കാണുന്ന സ്പോഞ്ച് ബോബ് പോലെ ആയിട്ടുണ്ടോ? കിളി പോയിട്ട് തലയിൽ പെൻസിൽ വിട്ടടിച്ച് ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങനെ ഇരിക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം ആ അവസ്ഥ മാറിക്കോളും. തൽക്കാലം എല്ലാം കൂടി ഇങ്ങനെ ബോംബ് പോലെ ഇടുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളൊന്ന് പറഞ്ഞ പോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേനും എല്ലാം സെറ്റായി നിങ്ങൾക്ക് ലിസണിങ്ങിന് നല്ല സ്കോർ കിട്ടും. ഓക്കെ, പക്ഷെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇവിടെ ഉള്ള വേറെ ട്രെയിനേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് സ്കോർ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കിനി എന്താണ് അടുത്ത ഭാഗത്തിലേക്ക് പോകണ്ടേ? ഇനി ഒരു ഭാഗം കൂടെ കിടപ്പുണ്ട് ഗൈസ്. 36 to 40. ഒരു സെക്ഷനിൽ എത്ര ക്വസ്റ്റ്യനാ? 10 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒരു എക്സസൈസിൽ കൂടുതൽ ഉപദ്രവിക്കില്ല. ഓക്കെ, ഇത് കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ പൊക്കോളാം. ഓക്കെ, സോ
36 to 40 ഇവിടെ എന്താണ്? MCQ. MCQന് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു? നമ്മള് എലിമിനേറ്റ് ചെയ്യാം ടെക്നിക്ക്. ഇൻ കേസ് നിങ്ങൾക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ട? ക്വസ്റ്റ്യൻ വായിക്കണം, ഓപ്ഷൻസും വായിക്കണം. വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അങ്ങ് വിട്ടിട്ട് പോകാനല്ല, ഓപ്ഷൻസും വായിക്കണം. ഓപ്ഷൻസ് വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് ഉള്ളത് മാർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾക്ക് കോഡീഷനെ പോലെ 50-50 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളിക്കാം, ഗസ് വർക്ക്. ഓക്കെ, എന്താണല്ലോ നെഗറ്റീവ് മാർക്ക് കിട്ടുന്നില്ല, അപ്പൊ പിന്നെ നമുക്ക് ഗസ് വർക്ക് ചെയ്യാം. പക്ഷെ അത് ഒരു അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് വെക്കുക. കണ്ണും പൂട്ടി ഇപ്പം എല്ലാവരുടെയും ഗസ് വർക്ക് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഗസ് വർക്ക് അടിക്കുന്നത് പൊതുവെ കറക്റ്റ് ആവാറില്ല, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഗസ് വർക്ക് അടിക്കാനായിട്ട് കഴിവതും ശ്രമിക്കണ്ട. പക്ഷെങ്കിൽ നമുക്ക് നോ ഹാം. ഓക്കെ, പക്ഷെ എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങള് കേൾക്കുന്ന ഓഡിയോയിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ ഓക്കെ ഈ ഒരു ഓപ്ഷനെ പറ്റി ഒട്ടുമേ പറഞ്ഞിട്ടില്ല, അപ്പൊ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് എന്തിലാണ്? വേറെ 2 ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. നമ്മൾ MCQ നോക്കിയിരുന്നപ്പം 2 ടൈപ്പിലുള്ള MCQs നമ്മൾ നോക്കിയിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒരെണ്ണത്തില് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ, ആ ഒരു ടൈപ്പിലുള്ളതാണ് നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വേറൊരെണ്ണം എന്തായിരുന്നു? ഒരു ചോദ്യം പക്ഷേ ഒരു 3-4 ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നിങ്ങൾക്ക് പതുക്കെ ലിസണിങ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ ഗൈസ്? ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഒരാള് കുറച്ചു പേര് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് കരയുന്നു. എന്താ? പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതും കൊണ്ടാണോ? പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടാത്തതും കൊണ്ടാണോ? ഓക്കെ, സാരില്ല, വിഷമിക്കണ്ട. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി പതുക്കെ. ഓക്കെ, ചെയ്താൽ മതി. സോ നമുക്ക് ഈ ഒരു എക്സസൈസും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് MCQനെ പറ്റിയും കുറച്ചുകൂടെ ഐഡിയ കിട്ടും. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വേണം ചെയ്യാൻ ഗൈസ്. അപ്പൊ അതാകുമ്പോൾ പിന്നെ എനിക്ക് വീണ്ടും കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ സ്മാർട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ആൻസേഴ്സും നിങ്ങൾ പറയും. സോ ഇതിന് ഐ വിൽ ഗിവ് യു ലൈക്ക് 5 seconds, 10 seconds എടുത്തോളൂ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാനായിട്ട്. മുമ്പത്തെ ഓഡിയോയിൽ ആക്ച്വലി എല്ലാ 10 ചോദ്യങ്ങളും വായിക്കാനുള്ള ടൈം ആയിരുന്നു തന്നിരുന്നത്. ദ റീസൺ ബീങ് നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് എടുക്കാതെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഒരു 10 seconds കൂടെ എടുത്ത് ഈ ഒരു ക്വസ്റ്റ്യനും ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസും ഒന്ന് വായിക്കാം. എന്നിട്ട് ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. Okay. I will also read the questions for you. കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട്. First question, we are all present hedonists. നിങ്ങളുടെ ഓപ്ഷൻസ്: at school, at birth, while eating and drinking. Next question, American boys drop out of school at a higher rate than girls because they need to be in control of the way they learn. B, they play video games instead of doing schoolwork. C, they are not as intelligent as girls. 38, present orientated children. A, do not realize present actions can have negative future effects. B, are unable to learn lessons from past mistakes. C, know what could happen if they do something bad but do it anyway. 39, if Americans had an extra day per week, they would spend it A, working harder, B, building relationships, C, sharing family meals. 40th questions, understanding how people think about time can help us A, become more virtuous, B, work together better, C, identify careless or ambitious people. Okay, എല്ലാരും questions ഒക്കെ വായിച്ചോ? ഓപ്ഷൻസ് ഒക്കെ വായിച്ചോ? വായിച്ചില്ലേ? എല്ലാരും ഉറങ്ങിപ്പോയോ? Good.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയോ നിങ്ങൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ല, കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം തന്നു. സോ ഓഡിയോ നേരിട്ട് അത് തുടങ്ങുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Okay. Let's move on. You might ask, how do these time zones affect our lives? Well, let's start at the beginning. Everyone is brought into this world as a present hedonist. No exceptions. Our initial needs and demands, to be warm, secure, fed, and watered, all stem from the present moment. But things change when we enter formal education. We're taught to stop existing in the moment and to begin thinking about future outcomes. But did you know that every 9 seconds, a child in the USA drops out of school? For boys, the rate is much higher than for girls. We could easily say, well, boys just aren't as bright as girls. But the evidence doesn't support this. A recent study states that boys in America, by the age of 21, have spent 10,000 hours playing video games. The research suggests that they'll never fit in the traditional classroom, because these boys require a situation where they have the ability to manage their own learning environment. Now, let's look at the way we do prevention education. All prevention education is aimed at a future time zone. We say, don't smoke or you'll get cancer. Get good grades or you won't get a good job. But with present-orientated kids, that just doesn't work. Although they understand the potentially negative consequences of their actions, they persist with the behavior because they're not living for the future. They're in the moment right now. We can't use logic, and it's no use reminding them of potential fallout from their decisions or previous errors of judgment. We've got to get in their minds just as they're about to make a choice. Time perspectives make a big difference in how we value and use our time. When Americans are asked how busy they are, the vast majority report being busier than ever before. They admit to sacrificing their relationships, personal time, and a good night's sleep for their success. 20 years ago, 60% of Americans had sit-down dinners with their families, and now only 20% do. But when they're asked what they would do with an 8-day week, they say, that'd be great. They would spend that time laboring away to achieve more. They're constantly trying to get ahead, to get toward a future point of happiness. So, it's really important to be aware of how other people think about time. We tend to think, that person's really irresponsible, or that guy's power hungry. But often, what we're looking at is not fundamental differences of personality, but really just different ways of thinking about time. Seeing these conflicts as differences in time perspective, rather than distinctions of character, can facilitate more effective cooperation between people and get the most out of each person's individual strengths. That is the end of section 4. You now have half a minute to check your answers. Okay, time up. കരയുന്നു. Okay, first let's say നിങ്ങൾക്ക് ഇത് ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ? ടഫ്, ഈസി, പാടായിരുന്നോ MCQ? Okay, little tough, little bit tough, easy, okay, fine, 50-50, okay, fine, okay, great. Okay, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പതുക്കെ പോവാം. നമുക്കറിയാം MCQs ചിലർക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം, ചിലർക്ക് എന്നല്ല ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ് ഞങ്ങൾക്ക് ടഫ് ആയിരുന്നു, MCQ കിട്ടാറില്ല, റൈറ്റ്? പക്ഷെ നമ്മൾ പറഞ്ഞ ടെക്നീക്സ് ഒക്കെ നമ്മൾ പതുക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ MCQs കിട്ടാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് 36th ഓപ്ഷൻ ആരെങ്കിലും പറയാവോ ഉത്തരം എന്താന്ന്? ആരെങ്കിലും അല്ല, എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഉത്തരം എന്താന്ന്? 36 B, എയും ബിയും ഓക്കെ, എയും ബിയും തമ്മിലാണ് at birth. Okay, and 37 B, okay, 37 B, 38 okay,
എ പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്. 38 എയും സിയും പറയുന്നവരുണ്ട്. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. 39 എ, ഓക്കെ, 39 എ, ബി, എയും ബിയും അവിടെയുണ്ട്. അപ്പൊ 40 ചിലര് സി പറയുന്നവരുണ്ട്. 40 ബി, ഓക്കെ, 40 ബി, ബിയും സിയും, ഫൈൻ. അപ്പം ഗ്രേറ്റ് ജോബ്, ഗുഡ് ജോബ്. നമുക്കിനി പതുക്കെ ഉത്തരത്തിലേക്ക് കടക്കാം. 36ന്റെ ഉത്തരം അവിടെ ബി ആണ് ഗൈസ്, ഉത്തരം, വിച്ച് ഇസ് അറ്റ് ബർത്ത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, യു മൈറ്റ് ആസ്ക് ഹൗ ഡു ദീസ് ടൈം സോൺസ് അഫക്ട് അവർ ലൈഫ്. വെൽ, ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് ദ ബിഗിനിങ്. എവ്രിവൺ ഇസ് ബ്രോട്ട് ഇൻ ടു ദിസ് വേൾഡ് ആസ് എ പ്രസന്റ് ഹെഡോണിസ്റ്റ്. എവ്രിവൺ ഇസ് ബ്രോട്ട് ഇൻ ടു ദിസ് വേൾഡ്. ബ്രോട്ട് ഇൻ ടു ദിസ് വേൾഡിന്റെ അർത്ഥം തന്നെ എന്താണ്? ബൈ ബർത്ത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ബി എന്ന ഉത്തരം. സോ നമ്മൾ അന്ന് പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് വേണ്ട ഉത്തരം അതേപോലെ അവർ എഴുതിയിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് MCQ മാർക്ക് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ സെയിം അർത്ഥത്തിൽ വേറൊരു സെന്റൻസ് ആയിട്ട് അവരത് പറഞ്ഞിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. ഓക്കെ, 37 എ ആണ് ഗൈസ്. 37 മിക്കവരും ബി പറഞ്ഞു, പക്ഷെങ്കിൽ എ ആണ്. എന്തായിരുന്നു ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കണോ? ബി പറഞ്ഞവര് എ, American boys drop out of school at a higher rate than girls because they need to be in control of the way they learn. മിക്കവരും പറഞ്ഞ they play video games instead of doing school work എന്നാണ്. The reason being, അവിടെ പറഞ്ഞിട്ടുണ്ട്, the research suggests that they'll never fit in traditional classroom because കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ, these boys require a situation where they have the ability to manage their own learning environment. Situation where they can manage. Okay, അപ്പം on their own എന്ന് പറയുമ്പം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അവരെങ്ങനെ പഠിക്കുന്നതെന്നുള്ളത്. That is why it's the A option എന്ന് പറഞ്ഞത്. Okay, 38 എയും സിയും തമ്മിൽ വീണ്ടും യുദ്ധമായിരുന്നു. അപ്പം ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, but with present orientated kids that just doesn't work. Although they understand the potentially negative consequences of their action, they persist with the behavior because they are not living for the future. Okay, കാരണം C എന്നുള്ളൊരു ഓപ്ഷൻ know what could happen if they do something bad, but they do it anyway. Okay, അതിവിടെ present oriented childrenനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. That although they understand the potentially negative consequences, they persist എന്ന് പറയുന്നത് തന്നെ അവരത് ചെയ്യും എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ്, ഗുഡ് ജോബ് ഗൈസ്, ഇതൊക്കെ കറക്റ്റ് കിട്ടിയവർക്ക്. ആൻഡ് കറക്റ്റ് കിട്ടാത്തവർക്കും ഞാൻ പറഞ്ഞ പോലെ വിഷമിക്കണ്ട, യു ട്രൈഡ്, വിച്ച് ഇസ് എ ഗുഡ് സ്റ്റാർട്ട്. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. ഫൈനൽ സ്ലൈഡ്. ഓക്കെ, 39 എന്ന് പറയുന്നത് എയും ബിയിലും തമ്മിൽ യുദ്ധമായിരുന്നു, പക്ഷെ എ ആണ് ഉത്തരം. ബിക്കോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ബട്ട് വെൻ ദേ ആർ ആസ്ക്ഡ് വാട്ട് ദേ വുഡ് ഡു വിത്ത് എ നൈറ്റ് ഡേ വീക്ക്, അവർ പറഞ്ഞ ഓ ദാറ്റ് ബി ഗ്രേറ്റ്, ദേ വുഡ് സ്പെൻഡ് ദാറ്റ് ടൈം ലേബറിംഗ് അവേ ടു അച്ചീവ് മോർ. അപ്പൊ അവർക്ക് അവിടെ ആദ്യത്തെ എ ഓപ്ഷൻ വാസ് ദാറ്റ് ദേ വിൽ വർക്ക് ഹാർഡർ അല്ലെങ്കിൽ എന്നുള്ളതായിരുന്നു ഓപ്ഷൻ. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദേ വിൽ ലേബർ അവേ. ലേബർ എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും കിടന്ന് ജോലി ചെയ്യത്തേ ഉള്ളൂ, ചത്ത് കിടന്ന് പണിയും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ എ ഇസ് ദി ആൻസർ. 40 എന്ന് പറയുന്നത് ബിയും സിയും തമ്മിലായിരുന്നു, പക്ഷെങ്കിൽ ബി ആണ് ഉത്തരം. Okay, seeing these conflicts as differences in time perspective rather than distinctions of character can facilitate more effective cooperation between people and get the most out of each person's individual strengths. Okay, നമ്മളുടെ ക്വസ്റ്റ്യനും ഏകദേശം അതായിരുന്നു, റൈറ്റ്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? Understanding how people think about time can help us. ഓക്കെ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ ചിലപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാമെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതൊട്ടുമല്ല എന്നുള്ളൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക.
ഓക്കെ, ഇവിടെ നമ്മൾ ബി ഓപ്ഷൻ ആണെന്ന് പറഞ്ഞു. ക്യാൻ ഫെസിലിറ്റേറ്റ് മോർ എഫക്റ്റീവ് കോപ്പറേഷൻ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. സോ ഗസ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് അറ്റ് ദ മോസ്റ്റ് എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ച് കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആദ്യം എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒട്ടും കേട്ടിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്നുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് 2 ഓപ്ഷൻസിൽ, അത് നിങ്ങൾ കേട്ടതുമായിട്ട് കുറച്ചുകൂടെ സിമിലാരിറ്റി ഉള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങളുടെ സെക്ഷൻ 4 യു ഹാവ് അക്കംപ്ലിഷ്ഡ് വിക്ടോറിയസ്ലി. ഓക്കെ, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ടാസ്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും കുറച്ചൊക്കെ ഐഡിയ കിട്ടിയോ? ഒരു സെക്ഷൻ 4 എങ്ങനെ ആയിരിക്കും, ഏകദേശം ഒരു സ്പീഡ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, സോ ലൈക്ക് ചിലത് കരയുന്നുണ്ട്, കരയണ്ട. നമ്മൾ പറഞ്ഞ പോലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പീഡുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ആകും. then you will not have any issues അങ്ങനെ. ഓക്കെ, സോ ഞാൻ എന്റെ വാക്ക് പാലിക്കുകയാണ്. എന്റെ റോള് ഇന്നത്തെ ഇവിടെ നിർത്തുന്നു ഞാൻ. ഇനി ഞാൻ Q&A വരും, പക്ഷെങ്കിൽ നമുക്ക് ഇനിയും ഒരു ലിസണിങ് ടിപ്സും കൂടെ, കുറച്ചുകൂടെ ടിപ്സ് എന്തെങ്കിലും നമ്മൾ കേൾക്കാത്തതും അല്ലെങ്കിൽ കേട്ടതും ഒക്കെ നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ഇന്ന് ലിസണിങ് ടിപ്സ് തരുന്നത് കിരൺ ആയിരിക്കും. സോ ഐ ഹാൻഡ് ഓവർ ടു കിരൺ. ഹായ് എവരിവൺ. സോ നമുക്ക് ആക്ച്വലി ടൈം ഒരു അല്പം കുറവാണ്. സോ ഐ തിങ്ക് ഞാൻ അധികം സെഷന്റെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ അധികം റഷ് ചെയ്യാത്തതാണ് നല്ലത്. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ ഇന്ന് പറയാം, 10 മണിയാകുമ്പോഴേക്കും. ബാക്കി ഞാൻ നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ബി ടോക്കിംഗ് അബൌട്ട് ലിസണിങ് ടിപ്സ്. സോ ഫ്യൂ തിങ്സ് അബൌട്ട് ദീസ് തിങ്സ്. അതായത് ലിസണിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജെന്നിഫർ ആണ് എൻറ്റയർലി നിങ്ങളുടെ ലിസണിങ് എടുത്തത്. ഓക്കെ, ഷി ഡിഡ് എ ഗുഡ് ജോബ്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ പലർക്കും പല രീതിയിൽ നിങ്ങളുടെ തന്നെ സ്കോറിനെയും ലിസണിങ് കേപ്പബിലിറ്റിനെയും നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കാണും. ആൻഡ് ദ തിങ് ഈസ്, ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് പൊതുവെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്കോർ എക്സാമിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന് എൻ്റെതായ റീസൺസ് ഉണ്ട്, പ്രൂഫ് ഉണ്ട്. ഐ വിൽ ഷോ ദ പ്രൂഫ്. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളത്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ലിസണിങ് ആണ് എന്നും ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂൾ. ബ്രിട്ടീഷ് ആക്സെന്റുള്ള ഓഡിയോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പക്ഷെ എക്സാമിന് ബ്രിട്ടീഷ് തന്നെ ആവണമെന്നില്ല. ഓസ്ട്രേലിയൻ ആവാം, കനേഡിയൻ ആവാം, ഈവൻ ന്യൂസിലൻഡ് ആക്സെന്റ് വരെ ആവാന്ന് എക്സാമിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ലെറ്റ്സ് ഗെറ്റ് ടു സ്റ്റാർട്ട്. സോ ലിസണിങ് ടിപ്സ്. ലിസണിങ് ടിപ്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ലിസണിങ് ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ രീതി വെച്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ലിങ്ക് ചെയ്യും, നമ്മൾ തന്നെ സ്കോർ വാലിഡേറ്റ് ചെയ്യും, റൈറ്റ്? സോ അതർ ദാൻ ദാറ്റ് നമ്മൾ ലിസണിങ്ങിനെ നോക്കിക്കാണേണ്ട വേറൊരു രീതിയുണ്ട്. അതായത് നമ്മൾ ഇവിടെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട്, കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ വെട്ടിമുറിച്ച് കണ്ടു കഴിഞ്ഞാൽ ലിസണിങ്ങിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിട്ടും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്തേക്കാം. എന്താ സംഭവം എന്ന് പറയാം. ഓക്കെ, എൻ്റെ ലാപ്പ് ആക്ച്വലി ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ബട്ട് ഐ ക്യാൻ ടോക്ക്. ഓക്കെ, ഇപ്പോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവമാണ്. ഇന്ന് പറ്റിയിരിക്കും നാളെ. ലിസണിങ് ടിപ്സ്. അതായത് ലിസണിങ് ഇപ്പോ ഈ ദിവസങ്ങളിൽ കുറെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത് കാണുമല്ലോ. അപ്പൊ ജെന്നിഫർ ആദ്യത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഇപ്പൊ ജെന്നിഫറിന്റെ സെഷൻസ് നിങ്ങൾ നോക്കി അറിയാം, ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ഇത് ആദ്യത്തെ ലിസണിങ് കുറച്ച് എളുപ്പമായിരുന്നു, ഇപ്പൊ ഏറ്റവും അവസാനം വന്നപ്പോൾ അത്ര സുഖമുള്ള ലിസണിങ് ആയിരുന്നില്ല ഇന്ന് കാണിച്ചത്. കാരണം നമുക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരുന്നു. ആൻഡ് ലിസണിങ് എക്സാമിന്റെ പാറ്റേണും ഒരു നോർമൽ ലിസണിങ്ങിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ലിസണിങ് നമ്മൾ എക്സാമിന് ചെന്നിരിക്കുന്നു, നമ്മൾ വീട്ടിലാവട്ടെ എക്സാം ഹാളിലാവട്ടെ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരാളുടെ പേര് പറയുന്നു, ഒരു ഡേറ്റ് പറയുന്നു, ഒരു ഫോൺ നമ്പർ പറയുന്നു, ഒരു അഡ്രസ്സ് പറയുന്നു, അഡ്രസ്സിന്റെ സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു തരുന്നു. ഓക്കെ, ആദ്യത്തെ 10 ക്വസ്റ്റ്യനില്. സോ വി ആർ ലൈക്ക് ഓക്കെ, ഇന്നത്തെ ലിസണിങ് അത്യാവശ്യം എളുപ്പമാണ്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ തീരുമാനം എടുക്കും. 10 മുതൽ 20 വരെ ഒരു പക്ഷേ ചെറിയ MCQ വന്നേക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക്സോ വന്നേക്കാം. ഫിൽ ദ ബ്ലാങ്ക്സ് തന്നെ വേറെ രീതി കണ്ടിന്യൂ ചെയ്തേക്കാം. അപ്പോൾ ആദ്യത്തെ 20 എണ്ണത്തിൽ ഒരു പക്ഷേ 17 എണ്ണം ശരിയായിരിക്കും. സോ 17 എണ്ണം ശരിയാകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും യെസ്, ഇന്നത്തെ ലിസണിങ് എളുപ്പമാണ്, ഐ ഗോട്ട് ഇറ്റ്. 20 തൊട്ട് 30 വരെ MCQന്റെ രീതി പതുക്കെ മാറും. ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ ലാർജ് MCQ, അതായത് ചോദ്യത്തിന് ഇത്രയും വലുപ്പം ഉത്തരത്തിനും അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം കൂടുതൽ വരും. ഓക്കെ, ആ രീതിയിലേക്ക് മാറും.
അപ്പൊ നമ്മൾ മനസ്സിലാവും ഓക്കെ വിചാരിച്ച അത്ര എളുപ്പമല്ല. അവസാനത്തെ 10 ക്വസ്റ്റ്യൻ ഒരു പക്ഷേ 1 വേർഡ് ആയിരിക്കും മോസ്റ്റ് ലൈക്ലി. 1 വേർഡ് ആണെങ്കിൽ പോലും ഒറ്റയടിക്ക് കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യും യെസ് ഇറ്റ് വാസ് ചാലഞ്ചിങ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ദേജാവു. ദേജാവു എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുന്നു. അതായത് നടന്ന പോലെ തന്നെ പിന്നെ നോക്കുന്ന അവസ്ഥ. എല്ലാ ലിസണിങ് ഇത് റിയലൈസ് ചെയ്താലും നമുക്ക് എല്ലാ ലിസണിങ്ങിനും ഇതേ ഫീലിംഗ് ഉണ്ടാവും. ആദ്യത്തെ 10 ദിവസം ചെയ്യുമ്പോൾ വിചാരിക്കും ഓക്കെ ഈസി, പിന്നെ വിചാരിക്കും ഓക്കെ അത്ര ഈസി അല്ല, ഏറ്റവും അവസാനം വിചാരിക്കും ഓക്കെ പാടായിരുന്നു. ഈ ഒരു മാനസികാവസ്ഥയോടെ എല്ലാവരും സ്ഥിരമായിട്ട് കടന്നു പോകണമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ തിങ് ഈസ് ഇവിടെ ആദ്യം തന്നെ the first tip I want to give you guys is to prioritize the way in which you practice listening. സിമ്പിൾ ആയിട്ട് പറയാം, എന്താ ഈ സാധനം കണ്ടോ, ഇത് ആക്ച്വലി ഇന്ന് റിലീസ് ചെയ്ത ഒരു ലിസണിംഗ് ലിങ്ക് എന്നുള്ള സംഭവമാണ്. ഓക്കെ, ഇന്ന് റിലീസ് ചെയ്ത ലിസണിംഗ് ലിങ്ക് എന്നുള്ള സംഭവമാണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് 5 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആദ്യം നെയിം ചോദിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നു, അഡ്രസ്സ് ചോദിക്കുന്നു. അവിടെ ഒരു വില്യം സൺസ് എന്നായിരിക്കും, അല്ലെങ്കിൽ എഡ്വേർഡ് സ്ട്രീറ്റ് എന്നൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. എഡ്വേർഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും. പിന്നെ കോൺടാക്ട് നമ്പർ പറയുന്നു, 0 അവർ O എന്നൊക്കെ പറയും. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് വരാൻ പോകുന്ന സാധനം അതാണ്. പിന്നെ അത് ഓപ്ഷൻസ് ഉണ്ട്, സ്മോൾ MCQ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ദ പോയിന്റ് ബീങ് ഈ സംഭവം ആണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ സാധനം എത്ര പ്രാക്ടീസ് ചെയ്താലും വലിയ കാര്യമായിട്ട് ഉപകാരമൊന്നുമില്ല. ലിസണിങ് അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഞാൻ എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിസണിങ്ങും, അതായത് ഒരു പാടാന്ന് പറയുന്ന ലിസണിങ്ങിന്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യനും ഒരു പക്ഷേ എളുപ്പമായിരിക്കും. എളുപ്പമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ലിസണിങ്ങിന്റെ അവസാനത്തെ 20 ക്വസ്റ്റ്യനും അല്പം പാടായിരിക്കും. എന്റെ സജഷൻ എപ്പോഴും എസ്പെഷ്യലി ഇൻ ദ വീക്സ് പ്രയർ ടു ദ എക്സാമിനോട് അടുക്കുന്ന വീക്കുകളിൽ നിങ്ങൾ എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, 2 സെപ്പറേറ്റ് ലിസണിംഗ് ലിങ്ക് എടുക്കുക. ഓക്കെ, ടേക്ക് 2 സെപ്പറേറ്റ് ലിസണിംഗ് ലിങ്ക്. എന്നിട്ട് 2 എണ്ണത്തിന്റെയും ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 40 വരെ ചെയ്യാം. റിപ്പീറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 40 വരെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള 40 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോർ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്കോർ നോക്കുക. ബിക്കോസ് മാർക്ക് പോകുന്നിടത്ത് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ നമുക്ക് ഉപകാരമുള്ളൂ. സോ ട്രൈ ഡൂയിങ് ദാറ്റ്. പ്ലസ് ഡോണ്ട് സ്റ്റോപ്പ് ദെയർ, ഇറ്റ് ഗെറ്റ്സ് ഹാർഡർ. ഇൻ ദ വീക്സ് പ്രയർ ടു ദ എക്സാം ഒരു 2-3 ദിവസം മുമ്പൊക്കെ മിക്കവാറും ആൾക്കാർ യൂട്യൂബിലായിരിക്കും ലിസണിങ് ചെയ്യുന്നത്. യൂട്യൂബിൽ തന്നെ ലിസണിങ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. യൂട്യൂബിലാണ് നിങ്ങൾ ലിസണിങ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സൗകര്യാർത്ഥം 20 മുതൽ 40 വരെയുള്ള 2 ലിസണിങ് എടുക്കുന്നതിനൊപ്പം തന്നെ 1.25 എങ്കിലും കൂട്ടിയിടുക. 1-ലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഒരു 1.25, 1.5 ഒരല്പം കൂടുതലാണ്. 1.25 ആണെങ്കിൽ നല്ലതാണ്, പ്രത്യേകിച്ച് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ. ഒരു 1.25 ഇട്ട് പ്രാക്ടീസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് അവസാനത്തെ ദിവസങ്ങളിൽ ഈ 40 ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ചെല്ലുമ്പോൾ ലിസണിങ് നമുക്ക് എളുപ്പമായിട്ടായിരിക്കും തോന്നുക. ഓക്കെ, എന്നോട് ചില ആൾക്ക് എന്റെ സ്റ്റുഡൻസിനോട് കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധം പിടിക്കുമായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറയും ചേട്ടാ ഭയങ്കര സ്ലോ ആയിട്ടാണ് ലിസണിങ് കേൾക്കണമെന്നൊക്കെ. കാരണം അവർ 1.25 ഇട്ട് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് മോർ ദാൻ ദാറ്റ് ആ 1.25 ഉപകാരം കിട്ടാൻ പോകുന്നത് അവസാനത്തെ 20 ക്വസ്റ്റ്യനിലുള്ള നിങ്ങളുടെ പ്രാക്ടീസിനായിരിക്കും. സോ സീ ലൈക്ക് ദിസ്. ഇപ്പോ നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ് ആണ്. ആംഗ്ലോവേഴ്സിന്ന് ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല, അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിട്ടില്ല. പക്ഷെ എക്സാമിന് തൊട്ട് മുമ്പത്തെ വീക്ക് അവസാനത്തെ 20 ക്വസ്റ്റ്യൻ 2 എണ്ണത്തിൽ നിന്നും പിക്ക് ചെയ്യുക, സ്പീഡ് കൂട്ടിയിടുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 25 കിട്ടുന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ഒരു 30 കിട്ടും. കാരണം ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അത്ര സുഖമല്ലാത്ത സ്പീഡിൽ പ്രാക്ടീസ് ചെയ്ത് അത്രയും സ്കോർ വാങ്ങിയവരാണ് നിങ്ങൾ. സോ ട്രൈ ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ ഉപകാരമില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് ടിപ്പ്. പ്രയോറിറ്റൈസ് റൈറ്റിംഗ് ആവട്ടെ, സ്പീക്കിംഗ് ആവട്ടെ, ലിസണിംഗ് ആവട്ടെ, റീഡിംഗ് ആവട്ടെ, ഞാൻ എപ്പോഴും പറയും പ്രയോറിറ്റൈസ് ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഓർഡർ. സോ പ്രയോറിറ്റൈസ് ദ ലിസണിംഗ് പ്രാക്ടീസ് വീഡിയോസ് ആസ് വെൽ. ഇറ്റ് വിൽ ഹെൽപ്പ് യു. So that's tip number 1. Tip number 2 is using the intervals carefully. ഞാൻ അത്ര ക്ഷമയില്ലാത്ത ആളായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ലിസണിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അതായത് പഠിക്കുന്ന സമയത്തൊക്കെ. IELTS സ്റ്റുഡന്റ് ആണല്ലോ. സോ അതായത് now you have time to look at questions 10 to 15. Now you have time to look at questions 30 to 40 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതാണ്. ഞാൻ ചുമ്മാ ഓടിച്ചിടുമായിരുന്നു. ബിക്കോസ് എനിക്ക് വേഗം ലെസണിങ് ചെയ്ത് തീർത്താലാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ മനസ്ഥിതി അങ്ങനെയായിരുന്നു. ബട്ട് പിന്നെയാണ് ഒരു ടീച്ചർ ആയതിനു ശേഷമാണ് ഞാൻ ഇതിന്റെ ഒക്കെ ആവശ്യകത ശരിക്കും മനസ്സിലാക്കിയത്. ഇപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ലിസണിങ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ ഉപകാരമില്ല ഈ പർട്ടിക്കുലർ 5 ക്വസ്റ്റ്യനൊക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ലോജിക് ഉണ്ട്. ഇപ്പൊ സിമ്പിളായി വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം കിട്ടിയെന്നിടത്തേക്ക് ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. 30 മിനിറ്റ് സമയം കിട്ടി. സോ ഈ 5 ക്വസ്റ്റ്യൻ ചെക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 30 മിനിറ്റ് സമയം കിട്ടുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒന്നാമത്തത് നെയിമാണ്.
രണ്ടാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ നമ്പർ. ഞാൻ മറ്റേ റീഡിങ്ങിന്റെ ടിപ്സ് ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് ഞാൻ 3 സെക്കൻഡ് നേരത്തേക്ക് ഇത് കാണിച്ചിട്ട് ക്വസ്റ്റ്യന്റെ ജോണർ എന്താണ് അതനുസരിച്ച് ആൻസർ സ്കിം ചെയ്ത് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക്. ലൈക്ക് വൈസ് വി ആർ നോട്ട് സ്കിമ്മിങ് ബട്ട് വി ആർ ലിസണിങ്. ഒൺലി ഡിഫറൻസ് അതാണ്. തിങ്കിങ് വിത്ത് എ മോട്ടീവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. തിങ്കിങ് വിത്ത് എ മോട്ടീവ്. ലെറ്റ് മീ ടെൽ യു എ ബെറ്റർ എക്സാമ്പിൾ. ഐ വിൽ ഡാഷ് ഹിം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കാണുവാണ് ലിസണിങ്ങിൽ. ഐ വിൽ ഡാഷ് ഹിം, ഐ വിൽ അറ്റാക്ക് ഹിം, I will hug him, I will bring him, I will console him, ആശ്വസിപ്പിക്കാന്നുള്ള അർത്ഥത്തിൽ I will, I don't know, whatever. Okay. Attack, hug, love, console. ഇത്തരം ഈ 4 വാക്കുകൾ ഇവിടെ വരാം. പക്ഷെ ഈ 4 വാക്കിലും കോമൺ ആയിട്ടുള്ള സംഭവം എന്താ? ഇറ്റ്സ് എ verb. Okay. The missing journal or the answer in the journal is a verb and that's a logic, right? You can apply the logic while listening. ചോദ്യം വായിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന 30 സെക്കൻഡിൽ നിങ്ങൾ ആ ചോദ്യം വായിച്ച് അതിൽ എന്താണ് മിസ്സിംഗ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓഡിയോയിൽ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ആൻസർ ബിക്കംസ് ഡബിൾ. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ ഡാഷ്, ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ മണി, ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ കാർ, ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ കീസ്, ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ ഫോൺ, whatever. മണി, കാർ, കീസ്, ഫോൺ. ഓക്കെ, ഇറ്റ്സ് ഓൾ എല്ലാം ഒബ്ജക്റ്റ് അല്ലേ. സോ വെർബിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഡു നോട്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ ഡാൻസിങ് എന്ന് പറയില്ലല്ലോ. വി ലിസൺ ഫോർ ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഭൂരിഭാഗം ആൾക്കാരും ഈ ലോജിക്ക് പോലും ലിസണിങ്ങിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സാഡ് ആയിട്ടുള്ള കാര്യം. സോ വെൻ യു ലിസൺ ടു എ ലിസണിങ് ലിങ്ക് ഓർ എ ലിസണിങ് ക്വസ്റ്റ്യൻ, ലിസൺ വിത്ത് എ മോട്ടീവ്. ട്രൈ ടു സീ വാട്ട്സ് മിസ്സിംഗ് ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് ആ മിസ്സിംഗിൽ എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളതിന്റെ ജോണർ മനസ്സിലാക്കി ലിസൺ ചെയ്യാം. ദെൻ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻസർ becomes double. Trust me on that. I hope that's clear. Clear are you guys? Yeah, cool. അടുത്ത കാര്യമാണ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസിന്റെ മോഡലിന്റെ കാര്യം. അതായത് ഒരു മെജോറിറ്റി നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം റിലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് റിലേ ചെയ്യുമ്പോൾ മോസ്റ്റ് ലൈക്ലി ഇത് കണ്ടറിയാം, ഒരു ടെലിഫോണിക് കോൾ ആയിരിക്കും ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ. അവസാനത്തെ 10 ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് സംതിങ് ലൈക്ക് എ ലെക്ചർ ഓർ എ റിപ്പോർട്ട്. ഇതിന്റെ ഇടയിലാണ് കോൺവെർസേഷൻസ്, ലൈക്ക് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ജോണറും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരുന്ന അത്ര നല്ലതാണ്. ആദ്യത്തെ 10 ക്വസ്റ്റിന് ടെലിഫോണിക് കോളും ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട്. ഇപ്പോ ഫ്രോക്സിനെ പറ്റി പല ടൈപ്പ് ഫ്രോക്സ്, അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ ആയിരിക്കും എഴുതി വരിക. സോ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റ് 10 ക്വസ്റ്റിനും, ടെലിഫോണിക് അല്ലെങ്കിൽ ബുക്കിംഗ് അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ക് ഒരു ട്രാവൽ ഏജന്റിനെ വിളിച്ച് ട്രിപ്പ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യത്തെ 10 ക്വസ്റ്റിന് കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിന് പോകുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി എ ടെലിഫോൺ കോൾ. സോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നത് നല്ലതാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോ ജെന്നിഫർ എന്ന് ചെയ്യിപ്പിച്ച സാധനം MCQ. എന്റെ അഭിപ്രായത്തിൽ ലിസണിങ്ങിൽ ഏറ്റവും ടഫ് MCQ ആണ്. ആൻഡ് ഈ MCQസിനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. MCQസിനെ ഡീൽ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. I'll show you some questions. Okay, ഈ ക്വസ്റ്റിനെ പറ്റി ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. How Shruti spends her afternoon. Okay, ഇവിടെ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ 2-3 ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലെ ട്രാപ്സ് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം. How Shruti spends her afternoon. സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ IELTS ലിസണിങ്ങിന്റെ ഇടയിൽ കേട്ടു, ലിസണിങ്ങിന്റെ ഇടയിൽ കണ്ടു, ഈ ക്വസ്റ്റ്യൻ കേട്ടു. ഓക്കെ, ഫൈൻ. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്ത് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ അറിയണം. ഇതിന്റെ ഓഡിയോ ശ്രുതി, ഐ ഡോണ്ട് നോ ഹൗ ടു ടോക്ക് ഇൻ ദ വോയിസ് ഓഫ് ശ്രുതി, ബട്ട് ഐ വിൽ ട്രൈ ഇൻ ദ മെയിൽ വോയിസ് ഇറ്റ്സെൽഫ്. ശ്രുതിയുടെ വോയിസ് എങ്ങനെയാണെന്ന് എഴുതിക്കോ. I used to play badminton for a long time, but since I'm working on my OET, I have put a full stop for that. And even though I want to do surfing, my husband is against the idea that a pregnant woman should do skiing and surfing at the moment. I'll repeat, try to find the answer. How Shruti spends her afternoon. So, Parayana, in afternoon, I used to play badminton for a long time, but since I'm working on my OET, I have put a full stop for that. And even though I want to do surfing, my husband is against the idea that a pregnant woman should do surfing at the moment. What is the answer? A or B or C? Chat box ready? Okay, B, C, D, A. Okay, we are getting all kinds of answers. A, B. Okay, fine, guys. Okay, thank you for cooperating. Okay,
Yeah, the answer is B. Yeah, as we all know. The answer is B. The answer is B. But it's okay. I'll repeat. I'll let you know how B became the answer. See, ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഈ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിസണിങ് MCQ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്മോൾ MCQ ക്വസ്റ്റ്യൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരിടയ്ക്ക് when I was teaching ഞാൻ സ്വന്തമായിട്ട് ലിസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. സ്വന്തമായിട്ട് ലിസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ലിസണിങ്ങിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ലിസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തമായിട്ട് ട്രാപ്സ് ഉണ്ടാക്കുക എന്നുകൂടിയാണ്. ഓക്കെ, ഈ സ്വന്തമായിട്ട് ട്രാപ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അധികം ട്രാപ്സ് ഒന്നും അവൈലബിൾ അല്ല. ഉള്ള ട്രാപ്സ് തന്നെ കുറച്ചുകൂടി ഷുഗർ കോട്ട് ചെയ്ത് മുന്നിലോട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ ഞാൻ ഒരു സ്മോൾ ചെറുതായിട്ട് പറയാം. ഹൗ ശ്രുതി സ്പെൻസ് ഹർ ആഫ്റ്റർനൂൺ. ശ്രുതി എങ്ങനെയാണ് പ്രസന്റ് ടെൻസിലാണ് ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓഡിയോ ഇങ്ങനെയായിരുന്നു. I used to play badminton for a long time. ഞാൻ കുറെ നാൾ ആഫ്റ്റർനൂണിൽ ഞാൻ കുറെ നാൾ ബാഡ്മിന്റൺ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ തന്നെ എ റൂൾഡ് ഔട്ട് ആയി. വൈ? ബിക്കോസ് ഞാൻ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ശ്രുതി എങ്ങനെ ഇപ്പോ സ്പെൻഡ് ചെയ്യുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, ശ്രുതി ഇപ്പൊ എങ്ങനെ ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുന്നു വെച്ചാണ്. പക്ഷെ ചോദ്യം പറഞ്ഞത് ഐ യൂസ്ഡ് ടു പ്ലേ ബാഡ്മിന്റൺ ഫോർ എ ലോങ് ടൈം എന്നാ. സോ ദാറ്റ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, റൈറ്റ്? ദാറ്റ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. സോ എ ഇസ് ഡൺ. Okay, so I used to play badminton for a long time, but since I am working on my OET, working on my bachelor's, working on my degree, working on my IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുവാണ് എന്നാണ് അർത്ഥം. സിൻസ് ഐ എം പ്രിപ്പയറിംഗ് ഫോർ മൈ OETs എന്നാണ്. OET എന്താണെന്ന് അറിയാലോ, എക്സാം ആണ്. സോ OETക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ബാഡ്മിന്റൺ ഷട്ടിൽ കളിക്കുന്ന പരിപാടി നിർത്തിയതാണ്. വേറെ ഗൈസ്, since I am working for my OET, I have put a full stop for that. അങ്ങനെയാണ് ബി ആൻസർ ആയത്. സി എഴുതിയവരുണ്ട്. സി ഞാൻ ഒന്നും കൂടി പറയാം. ഈവൻ ദോ ഐ വാണ്ട് ടു ഡു സർഫിംഗ്, എനിക്ക് സർഫ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മൈ ഹസ്ബൻഡ് ഈസ് അഗേൻസ്റ്റ് ദ ഐഡിയ ദാറ്റ് എ പ്രഗ്നന്റ് വുമൺ ഷുഡ് ഡു സർഫിംഗ് അറ്റ് ദ മൊമെന്റ്. ഹസ്ബൻഡ് പറയുന്നത് ഒരു പ്രഗ്നന്റ് ആയുള്ള സ്ത്രീ ഇപ്പോൾ സർഫ് ചെയ്യണം എന്നുള്ള ഐഡിയക്ക് ഹസ്ബൻഡ് എതിരാണ്. സോ പുള്ളിക്കാരി സർഫിംഗും ചെയ്യുന്നില്ല. ഇവിടുത്തെ ട്രാപ്പ് എന്താണെന്നറിയോ? ഇവിടുത്തെ ട്രാപ്പ് ഈസ് ദ സിനോണിം ട്രാപ്പ്. ദാറ്റ്സ് ഹൗ ഐ കോൾ ഇറ്റ്, ദ സിനോണിം ട്രാപ്പ്. അതായത് ബാഡ്മിന്റൺ എന്നുള്ള വാക്ക് ഞാൻ കൃത്യമായിട്ട് ഓഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്. സ്റ്റഡി സർഫിംഗ് എന്നുള്ള വാക്ക് ഞാൻ കൃത്യമായിട്ട് ഓഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്. 2 തവണ പറയുന്നുണ്ട്. സ്റ്റഡിങ് എന്നുള്ള വാക്ക് ഞാൻ ഓഡിയോ പറയുന്നേ ഇല്ല. പക്ഷെ ഉത്തരം ഏതാ? സ്റ്റഡിങ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ സിനോണിം ടേം. അതായത് ശരിയായിട്ടുള്ള വെൻ യു ലിസൺ വിത്ത് മോട്ടിവേഷൻ, ലിസൺ ഫോർ ദ സിനോണിംസ് ആസ് വെൽ. ഒരു MCQ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിട്ട് ശരിയായ ഓപ്ഷൻ തന്നെ അവരോട് പറയുമെന്ന് നമുക്ക് ഒരു കാരണവശാൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അവർ അതേ അർത്ഥമുള്ള വേറെ വാക്കുകളായിരിക്കും ഭൂരിഭാഗം സമയങ്ങളും പറയാൻ പോകുന്നത്. സോ വെൻ യു ലിസൺ ടു an MCQ ക്വസ്റ്റ്യൻ, ലിസൺ വിത്ത് മോട്ടിവേഷൻ, മോസ്റ്റ് ലൈക്ലി ദി സിനോണിം വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഈ ചോദ്യം എങ്ങനെ കറക്റ്റാണെന്ന് മനസ്സിലായോ? ഈ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലായോ? Cool. So you guys understood the synonym trap. Moving on. അപ്പൊ ഈ ഇതുപോലത്തെ സിനോണിം ട്രാപ്പിന് വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലുള്ള 85 പേരുടെ തെറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. This is a large MCQ. It's not really a large MCQ, but comparative. Why did Shruti take BCom? Shruti എന്തുകൊണ്ടാണ് BCom എടുത്തത്? Okay, cool. നമുക്ക് നോക്കാം. So let me try. Okay, ഞാൻ ശ്രുതി ആയിട്ട് പിന്നെ ഞാൻ ഒരു സെന്റൻസ് ഒന്നോട് പറയാൻ പോവാണ്. Try to find the answer. The paramount cause is the fact that my parents have been forcing me for a long time. I shouldn't forget to mention the fact that I had a fascination towards chartered accountancy as well. Not to mention, I hated science. I still do. Round 2. The paramount cause is the fact that my parents have been forcing me for a long time. I shouldn't forget to mention the fact that I had a fascination towards chartered accountancy as well. Not to mention, I hated science. I still do. Guys, answer endana? Please type. I want to know. Chat box open ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആൻസർ എഴുതാം. B B A B B A C B A. Guys, I'm happy. എല്ലാ ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. എയും ബിയും സിയും ഉണ്ട്. അതായത് ഉത്തരം ആക്ച്വലി ഈസ് എ. എ ആണ് ഉത്തരം. ഓക്കെ, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ എ ബിക്കേം ദി ആൻസർ. പല ആൾക്കാരും ടെൻഷൻ അടിക്കുന്നുണ്ടാവും, ഞാൻ ബി കേട്ടൂലോ, ഞാൻ സി കേട്ടൂലോ. വെൽ, ഇറ്റ്സ് നോട്ട് യുവർ ഫാൾട്ട്. ശ്രുതി BCom എടുക്കാൻ ഇത് 3 കാരണങ്ങളാണ്. ഐ റിപ്പീറ്റ്,
ശ്രുതിനെ അവളുടെ പാരന്റ്സ് ഫോഴ്സ് ചെയ്തിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സയൻസിനോട് വെറുപ്പും ഉണ്ടായിരുന്നു, എപ്പോഴും വെറുപ്പുണ്ട്. ഓക്കെ, സോറി ഗൈസ്. സോ ശ്രുതി ബികോം എടുക്കാൻ ഇതൊക്കെ കാരണങ്ങളാണ്. പക്ഷെ പിന്നെ എങ്ങനെ ഉത്തരം എ ആയി? ഓക്കെ, ലിസൺ ടു ദ ഓഡിയോ വൺസ് അഗൈൻ. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. The paramount cause is the fact that my parents have been forcing me for a long time. Okay, പ്രധാന കാരണം. പാരമൗണ്ട് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് എന്നുള്ള വാക്ക് ഭയങ്കര ഡേഞ്ചേഴ്സ്. കാരണം എന്താ അറിയോ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇത്രയും സിനോണിമുള്ള വേറെ വാക്കില്ല. ഇതും സിനോണിം ട്രാപ്പ് തന്നെ ഒരു രീതി പറഞ്ഞ. ഇമ്പോർട്ടന്റ്, എസെൻഷ്യൽ, പ്രൊമിനന്റ്, മെയിൻ തിങ്, മേജർ കോസ് അല്ലെങ്കിൽ പ്രൊമിനന്റ് ഫാക്ടർ, പാരമൗണ്ട് ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ പ്രധാന സംഭവം, മെയിൻ കാര്യം എന്നുള്ള അർത്ഥം തന്നെയാണ്. സോ 3 റീസണും പറഞ്ഞു ശ്രുതി, പക്ഷെ ഒരെണ്ണത്തിന്റെ കൂടെ മാത്രം പ്രധാന കാരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എ ഉത്തരവായത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു നോർമൽ IELTS ലിസണിംഗിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ പറയാം. പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതേ സാധനം. അതായത് ലിസണിങ് ഇത് ചെയ്യുന്നു, ലൈക്ക് ലിസണിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓപ്ഷൻ എ കേട്ടു, ഓക്കെ, ഓപ്ഷൻ എ ശരിയാണ്. ബി കേട്ടു, ബി ശരിയാണ്. സി കേട്ടു, സി ശരിയാണ്. എല്ലാം ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഉത്തരം ചൂസ് ചെയ്യും. ഇറ്റ്സ് ബിക്കോസ് സിനോണിം, ഇമ്പോർട്ടൻസ് എന്നുള്ള വാക്കിന് 7-8 സിനോണിം ഉള്ളപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നൈസായിട്ട് എവിടെയെങ്കിലും കുത്തിക്കേട്ടിട്ടുണ്ടാവും. വി വുഡ് നോ. സോ ദാറ്റ്സ് എ ട്രാപ്പ് ഗൈസ്. ദാറ്റ്സ് ട്രാപ്പ് നമ്പർ 2. Am I clear? Cool. So സിനോണിം ട്രാപ്പും ഇമ്പോർട്ടന്റ് ട്രാപ്പും നിങ്ങളുടെ MCQല് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്ത MCQ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുകൂടി കഴിഞ്ഞ് നിർത്താം, കാരണം ടൈമിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. I'll continue the listening tips tomorrow, guys. When did Alan start teaching? അലൻ എന്ന് മുതലാണ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. And here you can see some numbers. Let's see how numbers are going to trick you. So ഇത്തവണയും അലനായിട്ടല്ലാട്ടോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ശ്രുതി ആയിട്ട് തന്നെയാണ്. It would have been better if it was a female tutor, but sorry guys. Yeah, so when did Alan start teaching? So ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡ് ആണ് അലൻ. ഓക്കെ, ശ്രുതിയുടെ ഹസ്ബൻഡ് ആണ് അലൻ. സോ ശ്രുതിയുടെ ഹസ്ബൻഡ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, me and Alan have been married for a long time now. It's an amazing story. We met back in the year of 2005 during college. We fell in love and got engaged in the same year. But we did not get married until 5 years later, and he started working 2 years prior to that. Around 2 ഞാൻ ഒന്നുകൂടി പറയാം. Me and Alan got an amazing love story. We met back in the year of 2005 during college. We fell in love and got engaged at the same year, but we did not get married until 5 years later, and he started working 2 years prior to that. Guys, answer please. Okay. Yeah, you guys got the answers right. The answer is B. Cool, great, enough. But let me ask you something. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഈ എക്സസൈസ് നിങ്ങളോട് ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാനല്ല. ഉത്തരം കിട്ടുക എന്നതിലുപരി ചോദ്യത്തിന്റെ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. Did you understand what the trap was? Okay, I'll explain and you guys will understand what the trap is. ഞാൻ ഒന്നുകൂടി പറയാം. We met back in the year of 2005 during college. 2005 കോളേജിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തു. ഓക്കെ, 2005. ഓക്കെ, we fell in love, ഞങ്ങൾ ഇഷ്ടത്തിലായി, and got engaged in the same year. ആ വർഷം തന്നെ engaged ആയി. ക്ലിയർ ആണല്ലോ? But we did not get married until 5 years later. I repeat. But we did not get married until 5 years later. ഞങ്ങൾ 5 വർഷം കഴിയാതെ കല്യാണം കഴിച്ചില്ല എന്ന് പറയുവാണ്. ഞങ്ങൾ 5 വർഷം കഴിയാതെ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 5 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. അതായത് ഇപ്പൊ ഞാൻ കാനഡയിൽ വിസയ്ക്ക് വെച്ചു, 2020 വെച്ചു. 3 വർഷം കഴിയാതെ വിസ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 വിസ കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, സോ വി ഡിഡ് നോട്ട് ഗെറ്റ് മാരീഡ് അണ്ടിൽ 5 years later എന്ന് പറഞ്ഞാൽ 2010 ഇവരുടെ കല്യാണം കഴിച്ചു എന്നാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ്, ശ്രുതിയാണോ പറയുന്നത്, ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് 2 years prior to that. Never expect words like before. Prior എന്ന് പറഞ്ഞാലും ബിഫോർ എന്ന് പറഞ്ഞാലും
മുന്നോടിയായി എന്നാണ് പച്ച മലയാളത്തിൽ അർത്ഥം. സോ ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് 2 years prior to that എന്നാണ് അതിന്റെ അർത്ഥം എന്താ? 2010 minus 2, 8. You know something? This is not English. This is mathematics. Okay. What did I do? 2005 plus 5 minus 2. But ഞാൻ പ്ലസ് ഒന്നും പറഞ്ഞില്ല, മൈനസ് ഒന്നും പറഞ്ഞില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് തന്നെ നമുക്ക് പ്ലസും മൈനസും ഉണ്ടാക്കാൻ പറ്റും. And that's what I did. Okay. And this is what you guys should be aware. Whenever you see numbers in IELTS, listening, MCQ, they are going to add and subtract. I don't think they are going to multiply or divide because that will be too much. But they are going to add and subtract this stuff. And we wouldn't know that they are adding and subtracting. So 2005 plus 5 minus 2 എന്ന് പറയുന്നതിന് വരും അവർ എന്ത് ചെയ്തത്? We did not get married until 5 years later. 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചില്ല. And he started working 2 years prior to that. അതിന് 2 വർഷം മുന്നോടി അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. The answer is 2008. കുറെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്. സന്തോഷിക്കുന്ന എപ്പോഴാണ്? നിങ്ങൾ ഇതിലെ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച കുറച്ച് ട്രാപ്സ് ആണിത്. ഇതല്ലാതെ വലിയ കാര്യമായിട്ട് ഒരു 5-6 ട്രാപ്സ് ഒക്കെ വേബി ഉണ്ടാവും. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ ഇടാൻ പോകുന്ന എക്സാമിനറുടെ ഇന്റൻഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ മറ്റേ ജിസ്ജോയുടെ പടത്തിൽ പറയില്ലേ, എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിക്കൂടെ നോക്കി എല്ലാവരും പാവങ്ങളാണോ, സംതിങ് ലൈക്ക് ദാറ്റ്. നന്മമരം സിനിമകളിലൊക്കെ ലൈക്ക് വൈസ് എക്സാമിനറിന്റെ കണ്ണിക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ട്രാപ്സ് ഇത്ര ഉള്ളൂ. ആൻഡ് വി ക്യാൻ സോർട്ട് ദാറ്റ് ഔട്ട്. And let me assure you, IELTS listening is actually easier than we think. Guys, I'm only 50% done. 50% ഇനിയും പറയാനുണ്ട്. നാളത്തെ ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ബട്ട് വി ഹാവ് ടൈം ലിമിറ്റേഷൻസ്. എന്തുകൊണ്ടാണ് IELTS ലിസണിംഗ് എക്സാമിന് കൂടുതൽ സ്കോർ കിട്ടുന്നതെന്നുള്ളതും മാത്സിന്റെ ടിപ്സും ഇതിന്റെ എക്സ്റ്റൻസീവ് ടിപ്സ് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ബട്ട് 10:10 we don't have time. We'll continue tomorrow. Hey guys, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വന്ന ഡൗട്ട്സ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് ഫ്രീ ആണെന്ന് ഓർത്ത് നിങ്ങൾ ആരും മടി വിചാരിച്ച് പഠിക്കാതെ ഇരിക്കരുത്. കാരണം ഒരു പുറത്ത് നിങ്ങളൊരു കോച്ചിങ്ങിന് പോകണമെങ്കിൽ 8,000 to 15,000 രൂപയൊക്കെ നിങ്ങൾക്ക് ചിലവ് വരും. അത് സേവ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണിത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നമ്മുടെ ക്ലാസ്സിൽ ട്യൂട്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സും ഹോംവർക്സും എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൊരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സജഷൻസ് തരാനുള്ള ലിങ്കും നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ബീയിങ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ അവിടെ ഒരു DM ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബീയിങ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി താങ്ക് യു ഫോർ സപ്പോർട്ടിങ് all these initiatives throughout. Let's learn and crack IELTS together.